അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമുക്ക് നവംബറിൽ നടക്കാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എന്ന എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് MCQ ഡിസ്കഷൻ ചെയ്യാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ്. മാർക്കിങ്ങിനും ഉപയോഗിക്കുന്ന ടൂൾസും മാർക്ക് ചെയ്യുന്ന പ്രൊസീജിയറും കാര്യങ്ങളാണ് ഫസ്റ്റത്തെ മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ആ മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതിന് മുന്നേ ചോദിച്ച എക്സാമുകളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്കിംഗ് മീഡിയ യൂസ്ഡ് ഫോർ കാസ്റ്റിംഗ് ആൻഡ് ഫോർജിങ് സർഫസസ് ഈസ്. ഓപ്ഷൻസ് പറയുന്നുണ്ട് സെല്ലുലോസ് ലാക്കർ, ചോക്ക് പൗഡർ, കോപ്പർ സൾഫേറ്റ്, പ്രഷ്യൻ ബ്ലൂ. അപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്കിംഗ് മീഡിയ യൂസ്ഡ് ഫോർ കാസ്റ്റിംഗ് ആൻഡ് ഫോർജിങ് സർഫസസ്. കാസ്റ്റിങ്ങിനും ഫോർജിങ്ങിനും ഉപയോഗിക്കുന്ന സർഫസസിൽ മാർക്കിംഗ് മീഡിയ ആയിട്ട് നമ്മൾ ഇതിൽ ഏതാണ് ഉപയോഗിക്കാറുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ 4 മീഡിയം എന്താണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ചോക്ക് പൗഡർ ആണ്. നമ്മൾ B ആണ് ആൻസർ വരുന്നത്, ചോക്ക് പൗഡർ ആണ്. അപ്പൊ നമുക്ക് ആ 4 മീഡിയം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം, അതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വൈറ്റ് വാഷ് അല്ലെങ്കിൽ ചോക്ക് പൗഡർ. വൈറ്റ് വാഷ്, ചോക്ക് പൗഡർ ആണ് അതെന്ന് പറയുന്നത്. അതിൽ ജസ്റ്റ് വായിച്ചാൽ മതി. വൈറ്റ് വാഷ് ഓർ ചോക്ക് പൗഡർ ഈസ് അപ്ലൈഡ് ടു റഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിംഗ് സർഫസസ്. ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ വർക്ക് പീസ് ഓഫ് ഹൈ അക്യുറസി. ഹൈ അക്യുറസി ഉള്ള വർക്ക് പീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് കാസ്റ്റിംഗ് സർഫസസ്, റഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിംഗ് സർഫസ് ഉള്ള ഏരിയകളിലാണ് നമ്മൾ ചോക്ക് പൗഡർ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഒന്നാണ് പ്രഷ്യൻ ബ്ലൂ. പ്രഷ്യൻ ബ്ലൂവിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺ ഫൈൽഡ് ഓർ മെഷീൻ ഫിനിഷ്ഡ് സർഫസസ്. ഫയൽ ചെയ്തതോ മെഷീൻ ഫിനിഷ് ആയിട്ടുള്ള സർഫസസിലോ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തത് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കുന്നത് ഫൈൽഡ് ഓർ മെഷീൻഡ് ഫിനിഷ്ഡ് സർഫസസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് സ്റ്റിക്സ് ഓൺ ദി ഫിനിഷ്ഡ് സർഫസസ് വെൽ. ഇറ്റ് ഈസ് പോയ്സണസ് സോ നീഡ് ടു ബി ഹാൻഡിൽഡ് കെയർഫുള്ളി. അപ്പോൾ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് കുറച്ച് പോയ്സൺ ആണ്, അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സെല്ലുലോസ് ലാക്കർ ആണ്. ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യലി അവൈലബിൾ മാർക്കിംഗ് മീഡിയം. ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ഡ്രൈസ് വെരി ക്വിക്ക്ലി. സെല്ലുലോസ് ലാക്കർ എന്ന് പറയുന്നത് ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്, അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു മീഡിയം കൂടിയാണ്. അപ്പൊ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ക് പൗഡറിനെ കുറിച്ചായിരുന്നു. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്തതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ നമ്മൾ 4 എന്തൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ എക്സാം ഡേറ്റ് വരുന്നത് നവംബർ 11-നാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആളുകളാണെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ക്ലാസ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോന്റെ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യന് which of the following is not a type of direct measuring instrument? Which of the following is not a type of direct measuring instrument? Options A divider, micrometer, steel rule, vernier caliper. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നോട്ട് എ ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത് അല്ലെ. മൈക്രോമീറ്റർ ആണെങ്കിലും സ്റ്റീൽ റൂൾ ആണെങ്കിലും വെർനിയർ കാലിപ്പർ ആണെങ്കിലും ഡയറക്റ്റ് നമുക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഡിവൈഡർ ആണ് അല്ലെ. ആൻസർ വരുന്നത് ഡിവൈഡർ ആണ്. ഡിവൈഡർ ഒരു ഡയറക്റ്റ് മെഷർമെന്റ് എടുക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് അല്ല. ദെൻ നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പോയിന്റ് ആംഗിൾ ഓഫ് സ്ക്രൈബർ. പോയിന്റ് ആംഗിൾ ഓഫ് സ്ക്രൈബർ. സ്ക്രൈബർ നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്ക്രൈബർ എന്ന് പറയുന്നത്. അപ്പൊ സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ എത്രയെന്നാണ് കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ വന്നിട്ടുള്ളത് 10 ഡിഗ്രി ടു 20 ഡിഗ്രി. ഓപ്ഷൻ ബി കൊടുത്തിട്ടുള്ളത് 12 ടു 15 ഡിഗ്രി. ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത് 40 ടു 50 ഡിഗ്രി. ഓപ്ഷൻ ഡി കൊടുത്തിട്ടുള്ളത് 60 ടു 90 ഡിഗ്രി. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 12 ടു 15 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെയാണ് സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Baseline dimensions are referenced from a common geometric feature known as. Option
എ കോർണർ, ഓപ്ഷൻ ബി ഡാറ്റം, ഓപ്ഷൻ സി എഡ്ജ്, ഓപ്ഷൻ ഡി പോയിന്റ് ഓഫ് റെഫറൻസ്. നമുക്ക് നമ്മൾ മെഷർമെന്റ്സും കാര്യങ്ങളും എടുക്കുന്ന സമയത്ത്, ഡയമെൻഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു കോമൺ ആയിട്ട് ഒരു പോയിന്റിൽ നിന്നാണ് റെഫറൻസ് ചെയ്യുന്നത്. ആ റെഫറൻസ് പോയിന്റിനെ പറയുന്ന പേര്, അതിനാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഡാറ്റ ആണ്. ഓപ്ഷൻ ബി ആണ്, ഡാറ്റ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ നോർമലി പറയുന്നുണ്ടാവും അല്ലെ, ഒരു ഡാറ്റം ലൈനിൽ നിന്നാണ് നമ്മൾ മുകളിലോട്ട് മെഷർമെന്റ് എടുക്കുന്നത്, ഒരു ഡാറ്റ കൺസിഡർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതാണ് നാലാമത്തെ ആൻസർ വരുന്നത്, ഡാറ്റ ആണ്. ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ സെന്റർ ഓഫ് റൗണ്ട് ബാർ. ഇതിൽ ഏത് ടൂൾ ആണ് ഒരു റൗണ്ട് ബാറിന്റെ സെന്റർ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ, സെന്റർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വണ് ഓപ്ഷൻ എ ഡിവൈഡർ, ഓപ്ഷൻ ബി ഇൻസൈഡ് കാലിപ്പർ, ഓപ്ഷൻ ഡി ജെന്നി കാലിപ്പർ, ഓപ്ഷൻ ഡി ഔട്ട്സൈഡ് കാലിപ്പർ. അപ്പൊ ഇതിൽ ഡിവൈഡർ നിങ്ങൾക്ക് അറിയാം, ഇൻസൈഡ് കാലിപ്പർ, ജെന്നി കാലിപ്പർ, ഔട്ട്സൈഡ് കാലിപ്പർ എല്ലാം നമുക്ക് അറിയുന്ന ടൂൾസ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ജെന്നി കാലിപ്പർ ആണ് അല്ലെ. ജെന്നി കാലിപ്പർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ജെന്നി കാലിപ്പർ എന്നുള്ളത് നോക്കാം. നമ്മൾ ഇൻസൈഡ് കാലിപ്പർ, ഔട്ട്സൈഡ് കാലിപ്പർ, ജെന്നി കാലിപ്പർ ഒക്കെ ഉണ്ടാവും. ജെന്നി കാലിപ്പറിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, അത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ജെന്നി കാലിപ്പർ എന്ന് പറയുന്നത് അല്ലെ. ജെന്നി കാലിപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന ലെഗ് ഉണ്ട്, അതേപോലെ തന്നെ ബെൻഡ് ലെഗ്, ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പിവറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ജെന്നി കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈൻസ് പാരലൽ ടു ദി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എഡ്ജസ് ഫോർ ഫൈൻഡിങ് ദി സെന്റർ ഓഫ് റൗണ്ട് ബാർസ് അല്ലെ. അതായത് പാരലൽ ആയിട്ടുള്ള ലൈൻസ് വരക്കാനും അല്ലെ, പാരലൽ ആയിട്ടുള്ള ലൈൻസ് വരക്കാനും അതേപോലെ തന്നെ റൗണ്ട് ബാർസിന്റെ സെന്റേഴ്സ് കണ്ടെത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ജെന്നി കാലിപ്പർ ഉപയോഗിക്കുന്നത്. ജെന്നി കാലിപ്പർ ഹാവ് വൺ ലെഗ് വിത്ത് ആൻ അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ് വൈൽ ദ അതർ ഈസ് ബെൻഡ് ലെഗ്. ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈഡർ പോയിന്റ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അടുത്ത സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ബെൻഡ് ലെഗും ആയിരിക്കും ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ അതാണ് ജെന്നി കാലിപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ജെന്നി കാലിപ്പർ ആയിരുന്നു കറക്റ്റ് ആൻസർ. നമ്മൾ ചോദിച്ചത് സെന്റർ ഓഫ് റൗണ്ട് ബാർസ് അല്ലെ, സെന്റർ ഓഫ് റൗണ്ട് ബാർസിന്റെ സെന്റർ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് വിറ്റ്നസ് മാർക്ക്. ഇതിൽ ഏത് പഞ്ചാണ് വിറ്റ്നസ് മാർക്കിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വണ് എ ഹോളോ പഞ്ച്, ബി 30 ഡിഗ്രി പ്രിക് പഞ്ച്, സി 60 ഡിഗ്രി പ്രിക് പഞ്ച്, ഡി 90 ഡിഗ്രി സെന്റർ പഞ്ച്. അങ്ങനെ 4 പഞ്ചിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ്? അപ്പൊ നമുക്ക് ഹോളോ പഞ്ച് എന്താണ്, ഡോട്ട് പഞ്ച് എന്താണ്, പ്രിക് പഞ്ച് എന്താണ്, സെന്റർ പഞ്ച് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് 60 ഡിഗ്രി പ്രിക് പഞ്ച് ആണ്. ഓപ്ഷൻ സി ആണ്, 60 ഡിഗ്രി പ്രിക് പഞ്ച് ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് പഞ്ചുകളുടെ ജസ്റ്റ് അപ്ലിക്കേഷൻസും കാര്യങ്ങളും നോക്കാം ഓരോന്നോരോന്ന്. ഫസ്റ്റ് വണ് സെന്റർ പഞ്ച് 90 ഡിഗ്രിയിലെ സെന്റർ പഞ്ചിനെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ദ സെന്റർ ഓഫ് ദി ഹോൾസ്. എന്തിനാണ്? ഒരു ഹോൾസിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സെന്റർ പഞ്ച് ഉപയോഗിക്കുന്നത്. ദ വൈഡ് പഞ്ച് മാർക്ക് ഗീവ്സ് എ ഗുഡ് സീറ്റിംഗ് ഫോർ സ്റ്റാർട്ടിംഗ് ദി ഡ്രില്ല്. നമ്മളിപ്പോ ഒരു ഡ്രില്ലൊക്കെ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഡ്രിൽ ബിറ്റ് കറക്റ്റ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു സെന്റർ പഞ്ച് അടിക്കും. ആ പഞ്ച് അടിക്കുമ്പോൾ കറക്റ്റ് ആ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യും, ഡ്രില്ലിന് പിടിച്ചു നിർത്താൻ കഴിയും. അല്ലെങ്കിൽ ഡ്രില്ല് എന്ത് ചെയ്യും, ചില സമയങ്ങളിൽ അവിടുന്ന് തെന്നി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നമ്മളുടെ സെന്റർ പഞ്ചിനെ കുറിച്ച് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 30 ഡിഗ്രി പ്രിക് പഞ്ച് ആണ്. 30 ഡിഗ്രി പ്രിക് പഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്സ്. ചെറിയ രീതിയിലുള്ള പഞ്ച് മാർക്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് 30 ഡിഗ്രി പ്രിക് പഞ്ച് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് 60 ഡിഗ്രി ഡോട്ട് പഞ്ച് ആണ്. അവിടെ കൊടുത്തിട്ടുണ്ട്. These punches are used to make witness mark on scribed lines. അല്ലെ, സ്ക്രൈബ് ചെയ്ത ലൈൻസ് നമ്മൾ സ്ക്രൈബർ കൊണ്ട് ലൈൻ വരച്ചിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഒരു മെറ്റലിന്റെ പീസ് ഉണ്ട്, ഈ മെറ്റലിന്റെ പീസ് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രൈബർ കൊണ്ട് ലൈൻ വരച്ചു. ദെൻ ആ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പഞ്ച് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മാർക്കിംഗ് ഇടും. ലൈൻ കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ മാഞ്ഞു പോകും. പക്ഷെ നമ്മൾ പഞ്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ പഞ്ച് ആൾ കാണും. ദെൻ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യല്, നോർമലി കട്ടിംഗ് ഒക്കെ ചെയ്യാറ് അല്ലേ. അപ്പൊ അതാണ് എന്തിനു വേണ്ടി, അപ്പൊ സ്ക്രൈബ് ലൈൻസിൽ മാർക്ക് ചെയ്യാൻ. നമ്മളുടെ ക്വസ്റ്റ്യനും അത് തന്നെ ആയിരുന്നു അല്ലെ, ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു. മേക്കിംഗ് വിറ്റ്നസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണ് ഉപയോഗിക്കുന്നത്, വിറ്റ്നസ് മാർക്ക് ഓൺ സ്ക്രൈബ് ലൈൻസ്. 60 ഡിഗ്രി പഞ്ചാണ് പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. ദ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സൽ സർഫസ് ഗേജ് വിച്ച് ഹെൽപ്സ് ടു ഡ്രോ എ പാരലൽ ലൈൻ അലോങ് എ ഡാറ്റം എഡ്ജ്. ഓപ്ഷൻസ് സ്പിൻഡിൽ, സ്നെഗ്, റോക്കർ ആം, ഗൈഡ് പിൻസ്. അപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്, യൂണിവേഴ്സൽ സർഫസ് ഗേജിനെ കുറിച്ചാണ്. യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ
ഒരു ഡാറ്റം ലൈനിൽ പാരലൽ ആയിട്ട് നമ്മൾ വേറൊരു ലൈൻ വരക്കണം. ഡാറ്റം ലൈനിൽ പാരലൽ ആയിട്ട് ഒരു ലൈൻ വരക്കണം. ആ ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ ആരാണ് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇപ്പൊ സ്പിൻഡില്, സ്നെഗ്, റോക്രാം, ഗേറ്റ് പിൻസ്. ഇപ്പൊ യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ ഭാഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബേസ്, റോക്രാം, സ്പിൻഡില്, ഗേറ്റ് പിൻസ് ഒക്കെ അതിൽ കാണാൻ പറ്റും. റോക്കറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ആരാണ് സഹായിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗേറ്റ് പിൻസ് ആണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഗേറ്റ് പിൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും യൂണിവേഴ്സൽ സർഫസ് ഗേജ് കാണാൻ പറ്റും. യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ ബേസ് ഉണ്ട്. ഇത് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗേറ്റ് പിൻസ് കാണാൻ പറ്റും. ഈ ഗേറ്റ് പിൻസ് ആണ് പാരലൽ ആയിട്ട് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇവിടെ സ്ക്രൈബറും നമ്മളുടെ റോക്കറും എല്ലാ കാര്യങ്ങളും, ക്ലാമ്പിംഗ് സ്ക്രൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് സ്പിൻഡിലാണ് നമ്മളെ സ്ക്രൈബർ ഘടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് എ കോമ്പിനേഷൻ സെറ്റ്? കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ചോദിക്കുന്നത്. എ നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇൻസൈഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ഹൈലി പ്രിസിഷൻ വർക്ക്സ് യൂസ്ഡ് ടു ചെക്ക് ഫ്ലാറ്റ്നെസ് ഓൺലി. അപ്പൊ ഇതിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് കോമ്പിനേഷൻ സെറ്റ് എന്ന് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. കോമ്പിനേഷൻ സെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് നോർമലി ഒരു കോമ്പിനേഷൻ സെറ്റ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? ഇതിൽ 3 സ്ക്വയർ ഹെഡ്, പ്രൊട്രാക്ടർ ഹെഡ്, സെന്റർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കോമ്പിനേഷൻ സെറ്റ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രാനൈറ്റ് ഓവർ കാസ്റ്റ് അയൺ ഇൻ മേക്കിംഗ് ഓഫ് സർഫസ് പ്ലേറ്റ്? ഓപ്ഷൻസ്: no need to insert and fasteners, B reflects radiant heat, C strength of given weight is high, D won't rust by moisture. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? നമ്മളുടെ സർഫസ് പ്ലേറ്റുകളെ കുറിച്ചാണ് അല്ലെ. സർഫസ് പ്ലേറ്റ് അതായത് കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റുകൾ, അതേപോലെ തന്നെ ഗ്രാനൈറ്റ് സർഫസ് പ്ലേറ്റുകൾ. അപ്പൊ ഗ്രാനൈറ്റ് സർഫസ് പ്ലേറ്റുകൾ കാസ്റ്റ് അയണിനേക്കാളും ഉള്ള ബെനിഫിറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിലെ ആൻസർ എന്ന് പറയുന്നത് വോൺ റസ്റ്റ് ബൈ മോയിസ്ചർ കാരണം അണെന്തില്ല തുരുമ്പ് പിടിക്കുക, റസ്റ്റ് പിടിക്കില്ല എന്നുള്ളതാണ് എന്ത് പറയുന്നത് ഓപ്ഷൻസ് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിംഗ് മാർക്കിംഗ് ദ റെഫറൻസ് സർഫസ് ഈസ് പ്രൊവൈഡഡ് ബൈ മാർക്കിംഗ് ഓഫ് ടേബിൾ, സ്കെച്ച് ഓഫ് ദി ജോബ്, സർഫസ് ഗേജ്, വർക്ക് പീസ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് മാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് സർഫസ് ഈസ് പ്രൊവൈഡഡ് ബൈ, റെഫറൻസ് സർഫസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. ആൻസർ വരുന്നത് മാർക്ക് ഓഫ് ടേബിൾ ആണ്. മാർക്ക് ഓഫ് ടേബിൾ ആണ് നമുക്ക് റെഫറൻസ് സർഫസ് നമുക്ക് നൽകുന്നത് കേട്ടോ. ഇതാണ് മാർക്ക് ഓഫ് ടേബിൾ. നമ്മൾ നോർമലി ഇതിന്റെ മുകളിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. ആ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് മൊഡ്യൂളിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റത്തെ മൊഡ്യൂളിലെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് അടുത്ത മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതേപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്